ടീച്ചർ. അപ്പോൾ ഗൈസ് നമ്മൾ റോബ്ലോക്സ് ആണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ റോബ്ലോക്സ് ഗ്രോയർ ഗാർഡൻ എന്ന് പറഞ്ഞ ഗെയിമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളിത് ഗെയിം ചെയ്ത് ഈ സ്ഥലമുണ്ട്. അപ്പോൾ ഈ സ്ഥലം പിന്നെ കാണിക്കണോ ഒരു ഷോർട്സ് എടുക്കണേ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ പക്ഷെ നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിലാരും കമൻറ്റ് ചെയ്തില്ലായിരുന്നു, നല്ല വ്യൂസ് കിട്ടിയായിരുന്നു. അപ്പോൾ ഈ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയുടെയൊക്കെ കമൻറ്റ് നോക്കി നമ്മൾ അടുത്ത ദിവസം ഒരു ഗീവ് അവേ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗീവിൽ നിങ്ങൾ വരണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ ഞാൻ ഇച്ചിരി കളിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ ബാക്കിയായിട്ട് കളിക്കാം. നമ്മൾ നേരെ വീഡിയോയിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങി. ഇതാണ് എൻ്റെ ഗാർഡൻ. അപ്പുറത്ത് വലിയൊരു ഗാർഡൻ വന്നിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഒരു പെറ്റുണ്ട്. അയ്യോ, സ്റ്റക്കാവുന്നുണ്ടോ? വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ ചെറുതായിട്ടുണ്ട് സ്റ്റക്കാവുന്നുണ്ട്. യു വെൻ ലെഫ്റ്റ് ഈസ് നമുക്ക് എന്തൊക്കെ മാറ്റം വരും ഇപ്പം. ഇതാണിപ്പോൾ എൻ്റെ കറവ്. ബാമ്പൊക്കെ വളർന്ന് സിൽവർ ബാമ്പു. ഞാൻ കുറേ ബാമ്പും കാര്യങ്ങളൊക്കെ പിന്നെ ഡാഫീസിൻ്റെ ഇതുകൊണ്ടോ വിൽക്കാനൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ തന്നെ വിൽക്കാം. ഇതാണ് കളി. നമ്മളിത് ഇവിടുന്ന് സാധനങ്ങൾ നമ്മുടെ ഗാർഡനിൽ നിന്ന് പറിച്ചിട്ട് വിൽക്കും. എന്നിട്ട് ഇവിടെ എൻ്റെ ഇപ്പോൾ കയ്യിലുള്ള പൈസ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ കുറേ സീഡൊക്കെ വാങ്ങിച്ചപ്പോൾ എൻ്റെ കയ്യിൽ പോയി കേട്ടോ, എന്തോ പറ്റി അറിയത്തില്ല. അപ്പോൾ ഇവിടെ ഡാഫീഡ് ഇത്ര നമുക്കിത് വാങ്ങിക്കാം. നമ്മുടെ ഇപ്പോൾ ഇത്ര ആയതേ ഉള്ളൂ. നമുക്കിത് നമ്മുടെ സാധനം എല്ലാം എടുത്ത് വിൽക്കണം കേട്ടോ. നല്ല സ്റ്റക്കാവുന്നുണ്ട് ഇത് ചെയ്തപ്പോൾ എനിക്ക്. സ്റ്റക്കാവുന്നു ഗൈസ്. ഞാൻ ഓക്കെ, നമ്മുടെ എഗ്ഗും ഹാച്ച് ചെയ്യാം. നമ്മൾ വേറെ കോമൺ എഗ്ഗ് ഞാൻ വാങ്ങിയായിരുന്നു, അല്ല ഇപ്പോൾ നമുക്ക് സ്റ്റോക്കൊന്നും എന്തൊക്കെ സംഭവിച്ചു ഗൈസ്. സ്റ്റക്കാവുന്നു ഗൈസ്. ഞാൻ ഒന്ന് ഇത് ബാക്കി ഗൈസ് സാധാ കോമൺ എന്ത് വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ പട്ടിക്കുട്ടിയെ. ഇതിൻ്റെ പേരെന്നാണെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട്. അയ്യോ, ഞാൻ ഇത് പറിച്ച് കുഴപ്പമില്ല. ഡാഫിഡ്ജ് ഇതല്ലേ, നമുക്കിവിടെ നടാം. അതന്നെ കിട്ടിയത് നമുക്ക്. ഓറഞ്ച് ട്രിപ്പിൾ സീഡ് നമുക്ക് ഇവിടെ വെക്കാം. ഇതിവിടെ വെക്കാം. ഓറഞ്ച് ട്രിപ്പിൾ സീഡ് അതല്ലായിരുന്നു ഇത് നമുക്ക് കൊണ്ട് വയ്ക്കാം. നമുക്ക് കുറേ സാധനമായിട്ട് പോകാം. നമുക്ക് തേങ്ങയൊക്കെ പറഞ്ഞു. ഓക്കെ, ബാമ്പ് ഇച്ചിരി കൂടെ വലുതാവട്ടെ, എന്നിട്ട് കുറച്ച് വിറ്റാൽ പോലെ, അല്ലെങ്കിൽ പൈസ കുറവേ കിട്ടത്തുള്ളൂ പൈസ. നമുക്ക് ഈ ഡാഫീഡ് പോയി പറിക്കാം. ഈ ഡാഫീഡ് പറിക്കി മോനെ. ആ ഡാഫീഡുണ്ട്. പിന്നെ ഒരു ഡാഫീഡ് പറിക്കി. ഇപ്പം നട്ടതേ ഉള്ളൂ, വലിയത് കിട്ടുമെന്ന് അറിയത്തില്ല. ഇവൻ്റെ ഗാർഡൻ കണ്ടോ? എൻ്റെ പൊന്നെ, ഇത് വിറ്റ് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുമെന്ന് അറിയാം നിങ്ങൾക്ക്. എനിക്ക് ഇവൻ്റെ ഗോൾഡൻ ലാബിനെ നമുക്ക് കിട്ടി. കോമണെങ്കിൽ ഇത് മോനെ. നമുക്ക് വല്ല സ്റ്റോക്ക് വന്നിട്ടുണ്ടോ നോക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റോക്ക് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നേരെ ഗാർഡനിൽ പോകും. സ്റ്റക്കാവും. ദേഷ്യം വരും ഗൈസ്. എനിക്ക് ദേഷ്യം വരും. ഞാനൊന്ന് സ്റ്റക്ക് മറിയില്ല. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഓൺ ആക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഗൈസ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പോൾ സീനില്ല, ഇപ്പോൾ കുഴപ്പമില്ല. ഇതാണ് എൻ്റെ ഗാർഡൻ. ഓക്കെ, നമുക്കപ്പോൾ ഇതിന് ഇച്ചിരി ഫീഡൊക്കെ കൊടുക്കാം. നമുക്ക് പേരിടണം. അപ്പോൾ പേരാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ചിലപ്പോൾ നിങ്ങളായിരിക്കും ഗീവ് അവേ ഇത്. ബണ്ണി നിൽക്കുന്നില്ലല്ലോ. ബണ്ണി ഫുഡ് വേണോ? ഫീഡ്. ഓക്കെ, നമ്മൾ അവന് ഫീഡ് കൊടുത്തു. ഇനി നമ്മൾ ഡാജി എന്ത് അല്ല ലാബല്ലേ, സോറി ഡാജി അല്ലല്ലോ, ലാബല്ലേ. എനിക്ക് ഡാജി ഫ്ലവറിൻ്റെ ഓർമ്മയാണ്. ലാബ് ഫുഡ് കഴിക്കേ. ഇത് ഇച്ചിരി കൂടെ കഴിച്ചാൽ പുതിയതല്ലേ. ഓക്കെ, നമുക്കിനി ബ്ലൂബർ കുറച്ചെടുക്കാം. ബ്ലൂബർ നമുക്ക് അങ്ങനെയൊന്നും അത്യാവശ്യത്തിന് പൈസ ഒന്നും കിട്ടത്തില്ലാത്തത് നമുക്ക് കൊടുക്കുന്നതിന് സീനൊന്നുമില്ല. ഡാജി കൊടുക്കല്ലേ, ഡാജിക്കൊക്കെ നല്ല പൈസ കിട്ടുന്നതാണ്. ഓക്കെ, നമുക്കിനി ഇച്ചിരി ഇതൊന്ന് സെല്ല് ചെയ്യട്ടെ. എന്നിട്ട് ഞാനിപ്പോൾ കാണിച്ചത് നമുക്ക് തേങ്ങ വിൽക്കാം. തേങ്ങയ്ക്ക് നല്ല പൈസ കിട്ടും. അപ്പോൾ നല്ല ലാഭം. നാളെ പിന്നെ ഈവൻറ്റ് വരുന്നുണ്ടല്ലോ. ഈവൻറ്റ് വേണമെങ്കിൽ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ വീട് ഫീഡ് ചെയ്ത്. ഓക്കെ, നമ്മൾ ഫീഡ് ചെയ്ത് അത് നമുക്ക് ഈ തെങ്ങ കടിച്ച് തേങ്ങ പറിക്കാം. തേങ്ങ ആണെങ്കിൽ നല്ല പൈസ കിട്ടും. നമുക്ക് പൈസ കൂട്ടി വെക്കണം. ഓക്കെ,
നാളെ ഇവൻ്റ് വരാൻ പോവാണ്. അപ്പോൾ ഇത് എത്ര നമുക്ക് ഇത് ചെയ്യേണ്ടയാ. നമുക്ക് പൈസ ഉണ്ടാക്കണം. പൈസ ഉണ്ടാക്കിയാൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓ സീഡ് വാങ്ങിക്കണ്ടേ. ഒടിയ എന്നാണ് പേര്. പുതിയ അടുത്ത സ്വീറ്റ്സ് ഒന്നും വന്നിട്ടില്ലേ? 4 മിനിറ്റ് റീസ്റ്റോക്ക് ആയില്ല, എല്ലാം തീർന്നോ? ടൊമാറ്റോ വേണ്ട നമുക്ക്. ടൊമാറ്റോ വേണ്ടല്ലോ. ടൊമാറ്റോ 2 സ്റ്റോക്ക് സീനൊന്നും. പൈസ കൂട്ടി വെക്കണം. ഇതൊക്കെ എന്നിട്ട് നമുക്ക് വിറ്റ് ഇതൊക്കെ നമുക്ക് ഇവനെന്നായിരുന്നു എനിക്ക്. നൈസ്. ക്യാരറ്റല്ലേ? ക്യാരറ്റ് ഇവനെ എടുത്തു തന്നു എനിക്ക്. ഞാൻ വലിയതാക്കാൻ പറ്റുന്നതാണ്. ക്യാരറ്റ് സീഡല്ലേ? ക്യാരറ്റ് സീഡ് നമുക്ക് ഇവിടെ വല്ലതും ഉണ്ടോ? ക്യാരറ്റ് സീഡോ? നിനക്ക് ഫീഡ് ചെയ്യാനല്ലേ? ആ തക്കാളി നോക്കട്ടെ. തക്കാളി ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ. നമ്മളുടെ ഇപ്പോൾ ഫുഡ് ഏതാ? അപ്പോൾ നമ്മുടെ റാബിറ്റിൻ്റെ കുറവാട്ടോ. അപ്പോൾ റാബിറ്റിന് ഫുഡ് കൊടുക്കാം. റാബിറ്റ് ഇതിൽ കാണുമോ? ഇതിൽ നമ്മുടെ പെറ്റ്സ് ബണ്ണി കൊടുക്കാൻ പറ്റും. കുറേ പെറ്റ്സ് ഉണ്ടല്ലോ. ഞാൻ ഈ പെറ്റ്സൊക്കെ വാങ്ങിച്ചു തരാനാണ്. ബണ്ണി ഒരു ബണ്ണിക്ക് ഇച്ചിരി കൊടുത്തു. ലങ്കരി ലെവല് കഴിക്ക് ഒക്കെ കഴിച്ചു. അപ്പോൾ അവൻ്റെ 60 പോയി. നമുക്ക് പുതിയ എഗ്ഗ് വല്ലതും വന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ അതൊക്കെ പോകും. ഗെയിമർ ഇവിടെ ഇതെവിടെ? നമുക്കപ്പോൾ തിരിച്ചാവണ്ടോ? ഗാർഡനിൽ പോയി നമുക്ക് ഇത്ര സ്പീഡിലാണ് പോകാൻ പറ്റും. ഉണ്ടോ? റോബ്ലോക്സിൻ്റെ വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. ഗിയർ ഷോപ്പ് അല്ല, പെറ്റ് ഷോപ്പ്. സ്റ്റക്കാവുന്ന രീതിയിൽ ഗെയിം ഓർഡർ സ്റ്റക്കാവുന്ന. നാളെ എഗ്ഗൊക്കെ വരും കേട്ടോ. എഗ്ഗൊക്കെ ഇതിലും ടൈമുണ്ടോ ഗൈസ്? ടൈം ഉണ്ടായിരുന്നോ? എനിക്ക് എന്ത് സ്റ്റക്കല്ലേ? 7 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് റീസ്റ്റോക്ക് ആവും. എന്നാണോ നമുക്ക് ഇച്ചിരി തക്കാളിയൊക്കെ എടുത്ത് വയ്ക്കാം. തക്കാളി വിൽക്കാം. തക്കാളി പോലല്ലേ, ഇച്ചിരിയും കൂടെ വലുപ്പമാവണം. $52. അത് ഇത് വിറ്റപ്പോൾ മൈ ഇൻട്രൻറ്റിൽ എനിക്ക് വെക്കണം. $75. എൻ്റെ ഒരു ഫ്രൂട്ടും ഇല്ല. നമുക്ക് തക്കാളിയോ ഇത് വെക്കാം. സ്ട്രോബെറി വയ്ക്കാം. സ്ട്രോബെറി ഫീഡ് ഇവന് കൊടുക്കാം. നമ്മുടെ റാബിറ്റ് കൂട്ടന് കൊടുക്കാം. എടാ ഇനിയും വേണോ? സ്ട്രോബെറി ഇഷ്ടം പോലെ. നമുക്ക് സ്ട്രോബെറിയും കൊണ്ട് ഒരു ആവശ്യമില്ല. സ്ട്രോബെറി നഷ്ടമാണ്. ഞാൻ മണ്ടത്തരം കാണിച്ച് ഇതിൻ്റെ ഫുള്ളാവട്ടെ. സ്ട്രോബെറി നമുക്ക് ഇനി ഇവിടുന്ന് കളയണം കേട്ടോ. ഞാൻ കളയും. കഴിക്കേ. നമുക്ക് എല്ലാ ഫ്രൂട്ട്സും ഇട്ട് വിറ്റാലോ? എന്ത് പറയുന്നത്? എടാ ഇവൻ്റെ വിശപ്പ് തീരണമെങ്കിൽ കുറേ ദിവസമാവും. ഓക്കെ നമുക്കിനിയും ഇത് പോട്ടെ. ഇനി നമുക്ക് വിൽക്കാം. വിൽക്കാൻ തുടങ്ങാം. നമ്മുടെ ബാമ്പു കൊടുത്തു വിട്ടാലോ? സിൽവർ ബാമ്പു. ഒറ്റ സിൽവർ ബാമ്പു ഉള്ളൂ. നമുക്ക് കയറി നോക്കാം. ഏതാ കോണാവുന്നേ ഉള്ളൂ. ഒരു ബാമ്പു വിറ്റ് നോക്കാം. ഒറ്റ ബാമ്പു പോരാ. ബാമ്പു വിറ്റ് നോക്കാവേ. ബാമ്പു സീഡൊന്നും എനിക്ക് കിട്ടുന്നില്ലേ? എനിക്ക് എന്ത് പാടാ ബാമ്പു സീഡ് കിട്ടാൻ. ഭയങ്കര പാട്. എത്ര കിട്ടിയുള്ളൂ? ഇല്ല, ഒരു ബാമ്പ് കാരണമാണ് എനിക്ക് കുറേ 1 മില്യൺ അത്ര അടുത്തങ്ങാണ്ട് വന്നതാണ്. 10 സെക്കൻഡ് ആകുമ്പോൾ ഏതോ ഒന്ന് റീസ്റ്റോക്ക് ആകും. നമുക്ക് എന്തായാലും വാങ്ങിക്കണം. ഏതാ
വാങ്ങിക്കും, എല്ലാവരും വാങ്ങിക്കാൻ നിൽക്കുകയാണേ. തീർന്നു കഴിഞ്ഞാൽ നമ്മൾ പണിയിട്ട്. ഇവിടെ ഗിയർ ഷോപ്പ് ഏതാ? ഓറഞ്ച് ട്രപ്പി വേറെ ഒന്നുമില്ല. ഇത് ഭയങ്കര ഉടായിപ്പാണല്ലോ. വേറെ ഒന്നും റീസ്റ്റോക്ക് ആയില്ല. എന്ത് ചെയ്യും? സ്റ്റക്കായി ഓക്കെ, സ്റ്റക്കായതുകൊണ്ട് ഓറഞ്ച് ട്രപ്പിൾ വാങ്ങിക്കാം. അതാകുമ്പോൾ അത് വാങ്ങിച്ചിട്ട് കുറച്ച് മതി ഇത്ര മതി. കുറേ കാർട്ടൺ കിട്ടുന്നുണ്ട്. ഓറഞ്ച് ട്രപ്പിൾ ഇതല്ലേ. നമുക്ക് തെങ്ങിക്കറി തേങ്ങ വിൽക്കാം. ഓക്കെ, ഇത്രയും തേങ്ങ എടുത്തിട്ട് പോയി. എൻ്റെ മോനെ എന്നാ വലിയ തേങ്ങയാണ്. അയ്യോ, ചുഴലിക്കാറ്റല്ലേ, പണി കിട്ടുമോ? നമുക്കെന്താ ചെയ്യുന്നത്? അത്ര കിട്ടിയുള്ളൂ? അയ്യോ വേണ്ട. അയ്യോ ഗൈസ്, നമുക്ക് തേങ്ങ ഇട്ടിട്ട് എത്ര ലാഭമൊന്നും കിട്ടിയില്ല. നമുക്കൊരു 50,000 ആക്കാൻ നോക്കിയാലോ. അതെ, 13 50 ആക്കിയാൽ നോക്കാവേ. ചേട്ടാ തേങ്ങ അവൻ്റെ ഗാർഡനിൽ ഫുള്ള് അയ്യോ എൻ്റെ സെൽഫായി എന്നുണ്ട്. നഷ്ടമാണ്. നമുക്ക് ഇനി ഓറഞ്ച് ഡച്ച് എടുക്കാം. ഓറഞ്ച് തുളിപ്പ് എടുക്കാം. എന്നിട്ട് യെല്ലോ ഡച്ച് സ്റ്റക്കാവുന്ന കഴിച്ച് എനിക്ക് വീഡിയോ എടുക്കുന്ന നേരത്തെ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നടക്കുമ്പോൾ 3000 രൂപ കിട്ടി. ഓക്കെ സാർ, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് 20,000 ആക്കാം. പിന്നെ 50,000 പറഞ്ഞെങ്കിൽ അടുത്ത വീഡിയോ നമ്മൾ എന്തായാലും അത് മുതലാപമായിരുന്നു അല്ലേ? ഫുൾ മുതലാപമായിരുന്നു. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്യുന്ന കാര്യം മറക്കല്ല. ഗീവ് അവേ അടുത്ത ദിവസം തന്നെ വരുന്നതാണ്. അപ്പോൾ ബൈ.